ചോദ്യങ്ങൾ? മൈക്ക് മൈക്ക് കൈമാറി ഫൈനലി ഒരാളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പ്ലീസ്. നമുക്ക് നമസ്കാരം. നമുക്ക് പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. നമുക്ക് പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ടുള്ള കുറേ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ക്വയറ്റ് ബിക്കമിങ് ആൻ ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാട്രിയോട്ട് ഇറങ്ങിയതിന് ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേറ്ററിനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയോട്ട് കണ്ടാലും അവർക്കുള്ളൊരു ടേക്ക് അവേ ആസ് എൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, ഒന്ന് വിശദീകരിക്കാൻ ആണ് സിനിമ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞാൽ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഇത് വന്നു. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ വിട്ടുപോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചാണ്. പലതും നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിലിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ ഭാഗമാകും. അങ്ങനെയാണതൊരു സിനിമയാണ്. എന്ത് കാര്യത്തിലിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. അതിന് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ മുമ്പോട്ട് പോവുകയോ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഈ കാണുന്നവരെക്കാൾ അത്രയും കൂടെ നമ്മൾ കാണാത്തവരുണ്ട്, എവിടെയില്ലാത്തവരുണ്ട്. അതാണ് സിനിമയുടെ ഒരു ആമുഖം. അതിനപ്പുറത്തേക്ക് സിനിമ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. സ്പോയിലർ ആകാതെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ കണ്ടു കേട്ട് ഇവിടെ നിന്ന് പിരിയാം. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും 2 വലിയ പെർഫോമേഴ്സിനെ പ്രധാന റോളുകളിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോഴും കഥയാണ് നായകൻ, അല്ലെങ്കിൽ വിഷയമാണ് പ്രധാനം. എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയത്? ഈ വിഷയം പറയാൻ ഏറ്റവും 2 വലിയ പെർഫോമേഴ്സിന് ആവശ്യമുണ്ട്. അപ്പുറത്ത് ഇതിൻ്റെ ലോഡ് കൂടി ഉണ്ടല്ലോ. ഇവരിൽ നിന്ന് ഏറ്റവും നല്ല ഔട്ട് ഉണ്ടാവണം, ഇവരുടെ ഒരു സ്റ്റാർ ഇമേജിനെ ബാക്കിയുള്ളവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, ഇവരുടെ മാർക്കറ്റ്. ഈ പ്രഷറിനെയും ഈ കൊമേഴ്ഷ്യൽ സൈഡിനെയും ഈ കൊമേഴ്ഷ്യൽ വയബിലിറ്റിയും എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ ടെൻഷൻ എത്രമാത്രം ഉണ്ട് ഈ മൊമെന്റിൽ? ഇത് കഥ ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു ആക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്നത്. നരേഷിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ ആയിട്ട് പോയിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെ ഇതൊരു കഥയുടെ രൂപമായി കഴിഞ്ഞതിന് ശേഷം പ്ലോട്ട് ഡ്രിവൺ കഥയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കെയിലുണ്ട് ഈ പടത്തിന്. ക്യാരക്ടേഴ്സും കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സിലോട്ട്, അല്ലാതെ നമ്മളിത് മനഃപൂർവ്വം ഇതൊരു സ്റ്റാർ സ്റ്റഡഡ് സിനിമയാക്കാം എന്നുള്ളൊരു ധാരണയിൽ തുടങ്ങിയ പടമല്ല. ആദ്യം ഇതിൻ്റെ എന്താ പറയുക, ഒരു രൂപം ആദ്യം ഞാൻ പറഞ്ഞത് മമ്മൂക്കയുടെ തന്നെയാണ്. അതിനുശേഷം പിന്നീടാണ് ബാക്കി എല്ലാവരും സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ അങ്ങനെ ഞാൻ ബാക്കി ഇതിനകത്തുള്ള കച്ചവട ചേരുവകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെ കൺസേൺ അല്ല. കാരണം ഓർഗാനിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതിനകത്തോട്ട് കഥയുടെ രൂപത്തിൽ വന്നു പോയിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് തന്നെ ആണ് ഇതിൻ്റെ കമേഴ്ഷ്യൽ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കണ്ടവരാണ് പറയുന്നത്. പക്ഷേ നമസ്കാരം. ഈ സിനിമയെ ബന്ധപ്പെട്ട് എൻ്റെ സെൻസറിങ്ങിലേക്ക് വരുമ്പോൾ വില്ലൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടി നേതാവിൻ്റെ മകൻ്റെ പേരുമായി സാമ്യമുണ്ട്, അതുകൊണ്ട്
സെൻസർ ബോർഡ് ചെറിയ പ്രശ്നം ഉന്നയിച്ചിരുന്നത്. അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞോ? ഇത്തരം ഒരു എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഒക്കെ ചിന്തയിലും എഴുത്തിലൊക്കെ വരുന്ന കാര്യത്തിൽ വല്ലാതെ കട്ടു വീഴുന്നുണ്ട് ഇക്കാലത്ത് നമ്മൾ തോന്നലുണ്ടോ? അതിൽ മഹേഷ് ഏട്ടൻ്റെയും മമ്മൂക്കയുടെയും പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഈ പടത്തിൻ്റെ സെൻസറിങ് ജോലികൾ കഴിഞ്ഞു. അതായത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാനുള്ളൊരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി ജോലികൾ കഴിഞ്ഞു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ സെൻസർ കാർഡുകളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഒരു സിനിമ, കമേഴ്ഷ്യൽ സിനിമ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ പറയുന്ന സമയത്ത് നമ്മളുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് നമ്മളെല്ലാവരും മാനിക്കുന്നു. അത്രയും എനിക്ക് ഇതിനകത്ത് പറയാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. ഞങ്ങൾ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരുവാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. നമുക്ക് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതിലൊരു കാർത്തിക സിംഗ് സീനുണ്ട്. ഇതിലൊരു കാർത്തിക സിംഗ് സീൻ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് മമ്മൂക്ക ലാലേട്ടൻ്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനിനകത്ത്. അപ്പോൾ ആ ഒരു സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അതിൻ്റെ കഥ. ലാലേട്ടൻ്റെ കാലിലാണ് മമ്മൂക്ക ഹോൾഡ് ചെയ്ത് നിന്നത്. അതായത് ആ കാർത്തിക സിംഗ് സീനിനകത്തെ ഈ ഡോറ് സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമറൊക്കെ വന്നിരുന്നു. പുള്ളി മൂന്നുപടി വെച്ചിരിക്കുക. പുള്ളിയാണ് മൂന്നുപടി വെച്ചത്. ഇത് മനസ്സിലായില്ല എന്താ ചോദ്യം? ആ ഒരു ഫൈറ്റ് സീൻ, അതായത് ആ ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേസിങ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചന. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവശന, പുള്ളിയുടെ കാലം വയ്യ. അപ്പൊ ചേസ് ചെയ്യുന്ന മുഴുവൻ വലിയ ഹീറോയിസം കാണിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കുക എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. ഞങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. സത്യം ചോദിച്ചു നോക്കും. പറ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച സമയത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം. മഹേഷ്, മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് കാഴ്ചയിലൂടെയാണ്. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണെന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കിയതാണ്. മമ്മൂക്ക ഒരു മഹാനായ നടനാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. ഇപ്പം ഈ ട്രെയിലറിന്റെ അവസാനം നമുക്ക് പറയുന്നുണ്ട്, ഞാനൊരു പേട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ടോ? അതിനൊരു മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ അയാളൊരു വലിയ ദേശസ്നേഹിയാണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? അത് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. ആക്ച്വലി അത് പടം കണ്ട് തീരുമ്പം മനസ്സിലാക്കണം വെദർ ഈസ് എ പേട്രിയറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകർ. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. അതിലേതാണ് ഇതിനർത്ഥമാക്കുന്നതെന്ന് നമുക്ക് സിനിമ കാണിച്ചിട്ടുണ്ട്. ഒരു മറുചോദ്യമായി അങ്ങോട്ട് തന്നു.